ഫ്രണ്ട്സ്, അതാ നമ്മുടെ അങ്ങനെ ഇന്നത്തെ ദിവസം ആഗതമായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അതായത് കാത്തിരുന്ന് നമ്മളങ്ങനെ ഇന്ത്യയിലേക്ക് പോകുന്ന ദിവസം ആഗതമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ എണ്ണിയിരിക്കുകയായിരുന്നു ഓരോ ദിവസവും എങ്ങനെ പോകണം എന്നുള്ളത്. അതുപോലെ നമ്മുടെ ചെടികൾ, ഓരോ റൂമിലുമുള്ള ചെടികൾ നമ്മൾ കാത്തു പരിപാലിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ള അമ്മാമ്മേനെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മ ഞാൻ പോകണമെന്ന് എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ ഞാനങ്ങനെ എല്ലാ ചെടികളോടും പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാവില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെടികളെയൊക്കെ ആശ്വസിപ്പിച്ച് അങ്ങനെ അതാ നമ്മുടെ ചെടികളെയൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മിസ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ വീടൊക്കെ മിസ് ചെയ്യും. നമ്മളങ്ങനെ അതാ നമ്മുടെ വീടൊക്കെ ഒന്നും കൂടി ഡബിൾ ചെക്കൊക്കെ ചെയ്തു. എല്ലാ അടപ്പൊക്കെ ഓഫല്ലേ, തീയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അതുപോലെ ഡിഷ് വാഷറും ഹീറ്റിംഗ് പമ്പൊക്കെ ഓഫല്ലേ, മെഷീനൊന്നും ഓണല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമതും മൂന്നാമതും ചെന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മളതാ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ അധികം ആകുലതകളും അതുപോലെ കുറേ കാര്യങ്ങളിങ്ങനെ എന്തോ ഒരു ടെൻഷനും ഉണ്ട്, അതുപോലെ തന്നെ കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കുറേ സന്തോഷമുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഇന്ത്യ കാണാനായിട്ടുള്ളൊരു വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു 45 മിനിറ്റ്സ് നമുക്കിങ്ങനെ യാത്ര ചെയ്താലാണ് നമ്മുടെ എയർപോർട്ടിലെത്താം. അതുപോലെ തന്നെ ഇന്ത്യയിലെ എയർപോർട്ടിൽ, കൊച്ചിയിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ½ ആൻ അവർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തു. നമ്മൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമ്മളൊരു 3 ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലഗേജൊക്കെ നമ്മളങ്ങനെ സെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ക്യാരിയൊക്കെ നമ്മുടെ കൂടെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര കൂടുതലൊന്നും ലഗേജൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഫ്രീ ആണ്. ലഗേജൊക്കെ അങ്ങനെ വലിയ ചെക്കിങ്, നമ്മൾ അങ്ങനെ വെയിറ്റൊക്കെ കറക്റ്റായിട്ടൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ് ആ ബാഗേജ് ചെക്കിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കുറേ അധികം ലഗേജ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുറപ്പിച്ചു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങും ഇങ്ങും ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു, ആസ്വദിച്ചു. അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഹാലിഫാക്സ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിനാണ് നമ്മുടെ ഫ്ലൈറ്റ്. അവിടെ നിന്ന് നമ്മൾ ലുഫ്താൻസ എയറിന് ബോംബെയിൽ വന്നിറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനാണ് കൊച്ചിയിൽ എത്തുന്നത്.